ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കുറേ ബദാം കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങളിവിടെ ആരും ഈ ബദാം ചുമ്മാ കഴിക്കത്തില്ല, കൊച്ചിന് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് അപ്പോൾ ഇത് വെച്ചൊരു ലഡു ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ബദാം വെച്ച് അങ്ങനെ ഒരു ലഡു ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബദാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബദാം ഇട്ടു ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാനുള്ള പരുവത്തിൽ നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കണ്ടമാനം വറുത്തെടുക്കുകയൊന്നും വേണ്ട. സാധാരണ ഇതിനൊരു കട്ടി കൂടുതലായതുകൊണ്ട് നമ്മുടെ നട്ട്സ് ഒന്നും കഴിക്കുന്ന പോലെ നമ്മുടെ പിള്ളേരൊന്നും ബദാം കഴിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിന് മധുരം കൂടെ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ നല്ല ജിങ്കെന്ന് പറഞ്ഞ് അടിച്ചോളും. ബദാം നമുക്ക് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും, അന്നേരം നമ്മളങ്ങ് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ കണ്ടമാനം കുറേ നേരം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോയാൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഗ്യാസിൻ്റെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ബദാമൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബദാം വറുത്തെടുത്ത പാനിലേക്ക് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാം ചേർന്ന് നല്ലപോലെ മിക്സ് ചെയ്യും. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം. നമ്മളൊരു കാര്യം മറന്നുപോയി, ഒരു ശകലം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്ക് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട്. നമുക്ക് ചൂടൊക്കെ ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ബദാം ലഡു ഉണ്ട പിടിച്ചെടുക്കാം. നമ്മുടെ ബദാം ലഡു എല്ലാം നല്ലപോലെ ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു 1/4 കിലോയ്ക്ക് താഴെ നമ്മൾ ബദാം എടുത്തുള്ളൂ. എല്ലാം കൂടെ നമുക്ക് 10-12 ലഡു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നില്ല. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് കൊച്ചു സ്കൂൾ കിട്ടി വരും. അപ്പോൾ നമുക്ക് കൊച്ചിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇത് എന്നാ ലഡുവാണെന്നറിയാമോ സാറേക്ക്? എന്നാ ലഡുവാ? ബദാം സാറേക്ക് ഇഷ്ടമാണോ? അതിന് ഇഷ്ടമല്ല അത്? ഇപ്പം എങ്ങനെ ഇഷ്ടപ്പെട്ടു ലഡുവായിട്ടുണ്ടാക്കിയപ്പോൾ? ഞാൻ പറഞ്ഞ പോലെ ആണല്ലോ, അവൾക്ക് ബദാം ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ബദാമൊക്കെ ഇതുപോലെ കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ലഡുവൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ